കൊടിക്കുന്നിൽ സുരേഷ് സിറ്റിംഗ് MP, കണ്ടിന്യൂസ് ആയി സിറ്റിംഗ് ആയ MP എന്ന് വേണം പറയാൻ. മാവേലിക്കരയിൽ ഇക്കുറി ആ റെക്കോർഡ് തകർക്കുമോ ബൈജു കലാശാലയോ CA അരുൺകുമാർ? അതാണ് മാവേലിക്കരയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഓരോ മണ്ഡലവും പ്രധാനപ്പെട്ടതാണ്. TV പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി. TV പ്രസാദ്, ഇപ്പോൾ ഫ്രം ദ ഹോഴ്സ് മൗത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ കോൺഫിഡന്റ് ആണ് കൊടിക്കുന്നിൽ സുരേഷ്. അതേപോലെ തന്നെയാണ് കടുത്ത പോരാട്ടം അവിടെ CA അരുൺകുമാറും നടത്തുന്നത്. മൊത്തത്തിൽ തെക്കൻ കേരളം ഒന്ന് അപഗ്രഥിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിലവിലെ സാധ്യതകൾ പ്രസാദ്? സുജയ, നമുക്ക് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, ഇപ്പോൾ നമ്മൾ സംസാരിച്ച മാവേലിക്കര, ഈ 5 മണ്ഡലങ്ങളിലും വളരെ എളുപ്പം ആരെങ്കിലും ജയിച്ചു കയറും എന്നൊരു വിശ്വാസം ഒരാൾക്കുമില്ല എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാൽ തന്നെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും പന്ന്യൻ രവീന്ദ്രനും 3 പേരും കരുത്തർ തന്നെയാണ്. ഇതിലാരാകും എന്ന കാര്യത്തിൽ വളരെ സംശയം തന്നെ ആളുകൾക്കിടയിലുണ്ട്. നേരെ ആറ്റിങ്ങലിലേക്ക് വന്നാൽ അത് തന്നെയാണ് അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ ഏറ്റവും മിടുക്കന്മാരായ 2 പേരാണ് ജോയിയും അതുപോലെ അടൂർ പ്രകാശും. 2 പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി കേന്ദ്ര സഹമന്ത്രി കൂടിയായ V മുരളീധരനും എത്തുന്നു. അങ്ങനെ ആറ്റിങ്ങലിലേതും ഇതുപോലെ പ്രവചനാതീതം തന്നെയാണ്. കൊല്ലത്തെയും സ്ഥിതി വളരെ എളുപ്പം പെട്ടെന്ന് പ്രേമേന്ദ്രന് ജയിച്ചു കയറാൻ പറ്റും എന്നൊരു പ്രതീതി ഒരാളും പറയുന്നില്ല. കടുത്ത മത്സരം തന്നെയാണ് എതിർ സ്ഥാനാർത്ഥികൾ. അത് കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ മുകേഷിൻ്റെ ഭാഗത്തു നിന്നായാലും പ്രേമചന്ദ്രന് കൊടുക്കുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ട ഏറ്റവും മികച്ച പോരാട്ടം നടക്കുന്ന, ഏറ്റവും സ്റ്റാർ പോരാട്ടം നടക്കുന്ന ഒരു മത്സരം തന്നെയാണ് പത്തനംതിട്ട. അവിടെ തോമസ് ഐസക് എത്തുന്നു, അനിൽ ആൻ്റണി ഉണ്ട്, അതുപോലെ തന്നെ സിറ്റിംഗ് MP ആൻഡോ ആൻ്റണിയും ഉണ്ട്. അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. മാവേലിക്കരയിലെ ചിത്രവും നമ്മൾ പറഞ്ഞു. ചുരുക്കത്തിൽ ഈ തെക്കൻ ജില്ലകളിലെ 5 ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിശക്തമായ പോരാട്ടങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും നടക്കുന്നു. ഇങ്ങനെ ശക്തമായ സ്ഥാനാർത്ഥികൾ മുകളിൽ വന്നതുകൊണ്ട് തന്നെ പ്രവർത്തകരിലും ആവേശം ഇരട്ടിയാണ് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ കണ്ട തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വിഭിന്നമായി വലിയ ആവേശം ആളുകളിൽ ഉണ്ടാകുന്നു. ഇതിപ്പോൾ പ്രചരണം അവസാനിക്കാൻ 3 പകലുകൾ മാത്രം ബാക്കി നിൽക്കെ അത് പൂർണ്ണമായും പ്രവർത്തകരിലും കാണാം. ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് തെക്കൻ ജില്ലയിലെ മണ്ഡലങ്ങളും ഇവിടുത്തെ പ്രവർത്തകരും. അതേ ആവേശത്തോടെ നമ്മുടെ തെക്കൻ ജില്ലയിലെ തെക്കൻ മണ്ഡലങ്ങളിലെ റിപ്പോർട്ടേഴ്സും അതേ ആവേശത്തോടെ നമുക്കും കൂടുതൽ പ്രചാരണ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു TV പ്രസാദ്. നമ്മൾ നേരെ